നിങ്ങൾ മാർക്കറ്റ് ചെറിയൊരു തെറ്റാണ്. മാർക്കറ്റിനെ വലുതാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ആക്ച്വലി മാർക്കറ്റ് ചെറിയൊരു സൈഡ് വൈസ് ആണെങ്കിൽ, പക്ഷേ നിങ്ങളത് സൂം ചെയ്ത് വെച്ചിട്ട് എന്താണ് സംഭവിക്കുന്നത്, എവിടെ സപ്പോർട്ട് എടുക്കുക, റെസിസ്റ്റൻസ് എടുക്കുന്നത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം എന്നാക്കണെങ്കിൽ ആ സമയത്ത് മാത്രം സൂം ചെയ്ത് വെച്ചിട്ടിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റാൻ പോകുന്ന അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ പാടെ കുറച്ച് ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ സൂം ചെയ്ത് വലുതായിട്ട് വയ്ക്കുമ്പോൾ നിങ്ങൾ കരുതുക ഇത് നല്ല വലിയ ക്യാൻഡിലാണ്, നല്ല ട്രേഡ് എടുക്കാൻ പറ്റുന്ന ക്യാൻഡിലാണ് വിശ്വസിച്ചിട്ട് നിങ്ങളിത് ട്രേഡ് എടുക്കാനും ഉടനെ പല പല SLകൾ അടിക്കാനും ലോസിൽ പോകാനും റിപ്പീറ്റ് ട്രേഡ് എടുക്കാനും റിവഞ്ച് ട്രേഡ് എടുക്കാനും സാധ്യത കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സൂം ചെയ്ത് വെച്ചിട്ട് ട്രേഡ് എടുക്കരുത്. ഓക്കെ, അഥവാ നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോഴും സൂം ചെയ്യുക. അങ്ങ് വീണ്ടും ആൾട്ട് കീയും എന്ന കീയും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നോർമൽ കണ്ടീഷനിലേക്ക് മാർക്കറ്റിനെ എത്തിക്കാൻ പറ്റും. അതുപോലെ തലേ ദിവസത്തിൻ്റെ ചാർട്ടൂടെ കാണുന്ന രീതിയിൽ വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുക. അത് ടൈം ഫ്രെയിം ആണെങ്കിലും ശരി തന്നെ തലേ ദിവസത്തെ ക്യാൻഡിൽ ഫുള്ള് ആ ഒരു ദിവസം ഫുള്ള് കൂടെ കാണണം, ഇന്നത്തെ ട്രേഡിങ് ക്യാൻഡിലും കാണണം. ആ രീതിയിൽ വേണം ട്രേഡ് ചെയ്യാനിരിക്കാൻ, അല്ലാണ്ട് സൂം ചെയ്ത് വെച്ചിരിക്കരുത്. അതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. സൂം ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ഒരു 50 പോയിൻറ്റിനകത്താണെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. ഇങ്ങനെ ക്യാൻഡിൽ വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ ആർക്കും തോന്നുന്നു നല്ല ക്യാൻഡിലാണ് എടുക്കാമെന്നൊക്കെ വിചാരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങളിവിടെ എൻട്രി എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ബ്രേക്കൗട്ട് ഞാനൊരു സ്ട്രക്ചർ കണ്ടു, ഇവിടെ നമ്മൾ ബ്രേക്കിംഗ് കണ്ടു, റീടെസ്റ്റ് വന്നു, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു. അപ്പോൾ നമ്മൾ താഴെയുള്ള ഇത്രയും ഏരിയ നമുക്ക് ലോസ് കിട്ടത്തില്ല അല്ലേ. അതേപോലെ തന്നെ തിരിച്ച് മാർക്കറ്റ് മുകളിൽ കയറിയിട്ട് മാർക്കറ്റ് തിരിച്ച് വരുമ്പോൾ തിരിച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നിങ്ങളത് ബുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് താഴോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തു മുകളിൽ പോയി തിരിച്ച് താഴേക്ക് വരുമ്പോൾ കുറച്ച് തിരിയുമ്പോഴായിരിക്കും ബുക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ എന്നുള്ളത് തീരെ ചെറുതായിരിക്കും. അതായത് താഴേന്ന് ഒരു 20-30 പോയിൻ്റോളം താഴെ പോയി മുകളിൽ നിന്ന് ഒരു 10-20 പോയിൻ്റ് ലോസ് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടുന്ന പോയിൻ്റ് എന്നുള്ളത് തീരെ ചെറുതായിരിക്കും. അതിപ്പോൾ 168 പോയിൻ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏരിയ എന്നുള്ളത് വെറും 40 പോയിൻ്റേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 50-ന് മുകളിൽ മൂവ്മെൻ്റ് ഉള്ള ഏരിയയിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ഇടയ്ക്ക് കയറി എടുക്കാവൂ. 50 പോയിൻ്റോ അകത്താണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുമോ? ഇല്ല. എത്ര ടോട്ടൽ മൂവ്മെൻ്റ് ഉണ്ടെന്ന് നോക്ക്, എത്ര പോകാൻ സാധ്യതയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എൻട്രി എടുക്കുക. എൻട്രി എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടത്തില്ല, ചിലപ്പോൾ ലോസിലായിരിക്കും.